എന്തുകൊണ്ടാണ് നമ്മുടെ ശ്വാസകോശത്തിൽ കഫം കെട്ടിക്കിടക്കുന്നത്? ഇതിൻ്റെ പ്രധാന കാരണം എന്തൊക്കെയാണ്? ഈ കഫം കെട്ടിക്കിടക്കുന്നത് നെഞ്ചിൽ മാത്രമാണോ, അതോ തൊണ്ടയുടെ ആ ഭാഗത്ത് കഫം കെട്ടിക്കിടക്കാറുണ്ടോ? ഇത് എങ്ങനെയാണ് ഈ അലർജിക് ആസ്ത്മ അതേപോലുള്ള നോർമൽ ആയിട്ടുള്ള കഫക്കെട്ടും തമ്മിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും? എപ്പോഴാണ് ഇതൊരു എമർജൻസി ആയിട്ട് ഡോക്ടറെ കണ്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? ഏതൊക്കെ തരം കേസസ് ആണ് നമുക്ക് വീട്ടിൽ തന്നെ ചില ഹോം റെമഡീസും ഭക്ഷണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അത് നമുക്ക് നേരിടാനായിട്ട് പറ്റും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനി ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ കഫക്കെട്ട് എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് കഫക്കെട്ട് എന്ന് ജനറലായിട്ട് പറയും, പക്ഷെ അത് നമ്മൾ വേണം, ഞങ്ങളാണത് പ്രത്യേകം ഡിഫറൻഷിയേറ്റ് ചെയ്യും. കാരണം ചിലർക്ക് ചെസ്റ്റിലുള്ള കഞ്ചഷൻ, അതായത് ആ ഒരു കുറുകുറുപ്പ് ഉണ്ടാവും, കഫം പുറത്തോട്ട് വരാത്ത അവസ്ഥ, അതിനും അവർ കഫക്കെട്ട് എന്ന് പറയും. ചുമയോട് കൂടിയിട്ട് ഉള്ള കഫം പുറത്തോട്ട് തുപ്പുക, അതിനും കഫക്കെട്ട് എന്ന് ചിലർ പറയാറുണ്ട്. മുഖത്തിൽ ഭയങ്കര സൈനസൈറ്റിസിന് ഇൻഫ്ലമേഷൻ, അതും അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും കഫം, ഈ സ്ഫുടം എന്ന് പറയുന്ന അത് തുപ്പൽ അധികം വന്നിട്ടും അത് തൊണ്ടയിൽ കെട്ടി നിൽക്കുക, ഇതിനെയും കഫക്കെട്ട് എന്ന് ജനറലായിട്ട് പറയാറുണ്ട്. അപ്പോൾ കുട്ടികളിൽ കാണുന്ന കഫക്കെട്ട് എന്ന് ജനറൽ പറയുന്നത് അവർക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ, ആസ്മ കണ്ടീഷൻസിനെയാണ് യൂഷ്വലി പറയുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളിൽ പൊതുവേ നമ്മൾ ജലദോഷം അല്ലെങ്കിൽ ചെറിയൊരു പനി, ഇതൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത് വളരെയധികം നോർമലാണ്. കാരണം നമ്മുടെ പ്രതിരോധ ശേഷി, നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള പ്രതിരോധ ശേഷി, നമ്മൾ വാക്സിനേഷനൊക്കെ ചെയ്യാറുണ്ട്, സ്റ്റിൽ അത് ഒക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി കൊണ്ടുവരുന്നതാണ്. നമ്മുടെ നാച്ചുറൽ പ്രതിരോധ ശേഷി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചില ഇൻഫെക്ഷൻസ് വന്നാൽ മാത്രമാണ്, കുറേ വൈറസും ബാക്ടീരിയയും നമ്മുടെ ചുറ്റുമുണ്ട്, അപ്പോൾ ചിലതിനോടൊക്കെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ പ്രതിരോധ ശേഷി കൈവരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചെറിയ കുട്ടികളിൽ, ഒരു 7 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഇതുപോലെ ജലദോഷം, കഫക്കെട്ട് ഇങ്ങനെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള പാരൻസ്, ഒട്ടുമിക്ക ആളുകളും ചെറിയ മൂക്കുന്ന ഒരു നീര് വന്നു കഴിഞ്ഞാൽ, ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് നിർത്തണം എന്നുള്ളതാണ് അവരുടെ അത് കോൺസെപ്റ്റായിട്ട് വരുന്നത്. ആക്ച്വലി നമ്മൾ ഡിസ്ചാർജസ് പുറത്തോട്ട് വരുന്നത് അത്രയ്ക്കും നല്ലതാണ്. കാരണം മൂക്കിൽ നിന്നും ഒലിപ്പ്, കഫം അല്ലെങ്കിൽ ഒലിപ്പ് പുറത്തോട്ട് ഫുള്ള് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് പിന്നീട് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആവില്ല. എപ്പോഴാണ് ആവുന്നതെന്ന് വെച്ചാൽ, ചില കുട്ടികൾക്ക് ഈ മൂക്കിന്ന് വരുന്ന ജലദോഷം അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവും, മൂക്കടപ്പാവും, പിന്നീട് ആ കഫം പുറത്തോട്ട് വരാൻ പറ്റാതെ ഉള്ളിൽ തന്നെ തങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുട്ടി നോർമലാണ്, ചെറിയൊരു ഇൻഫെക്ഷനോ പനിയാണ് എന്നുണ്ടെങ്കിൽ അതിന് മരുന്ന് കൊടുത്ത് അപ്പം തന്നെ മൂക്കൊലിപ്പ് നിർത്തുക എന്നുള്ളതല്ല. അങ്ങനെ നിർത്തി കഴിയുമ്പോൾ അത് ചെസ്റ്റിനെ എഫക്റ്റ് ചെയ്യും. പിന്നീട് നമുക്ക് ഇൻഹേലേഴ്സ് ഉപയോഗിക്കേണ്ട ആവശ്യം വരാം, നെബുലൈസേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കണ്ടീഷൻ വഷളാക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ചില കണ്ടീഷൻസ് എമർജൻസി കണ്ടീഷൻസ് ആണ്. ഇപ്പോൾ ന്യൂമോണിയ പോലുള്ള കണ്ടീഷൻ, അതായത് കഫം കെട്ടിക്കിടക്കുന്നുണ്ട്, നെഞ്ചത്ത് നല്ലൊരു ഭാരം കയറ്റി വെച്ച പോലെ, കുട്ടി യൂഷ്വലായിട്ട് കളിക്കുന്നില്ല, വേറെ ആക്ടിവിറ്റീസിലൊന്നും തന്നെ ഏർപ്പെടുന്നില്ല, ഭക്ഷണത്തിൻ്റെ അളവ് കുറയുന്നു, യൂറിൻ്റെ ഔട്ട്പുട്ട് കുറയുന്നു, വിറയലോട് കൂടിയിട്ടുള്ള പനി, വലിയവരിലും ഇതേ ഒരു ലക്ഷണം തന്നെയാണ് കണ്ടുവരിക, വിറയലോട് കൂടിയിട്ടുള്ള പനി. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ വാരിയെല്ല് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഈ ഒരു വാരിയെല്ലുകൾ കുഴിഞ്ഞു പോകുന്ന പോലെ, ഇതൊക്കെ ന്യൂമോണിയയുടെ സൈനാണ്. എമർജൻസി ആയിട്ട് തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വാക്കിംഗ് ന്യൂമോണിയ എന്ന് പറയും. ചില കുട്ടികൾ, അവർക്ക് ആക്ച്വലി ന്യൂമോണിയ ഉണ്ടാവും, സൈലൻ്റ് ആയിരിക്കും, അത് കുട്ടികൾ കളിക്കും, ചിരിക്കും, എല്ലാം ആക്റ്റീവ് ആയിരിക്കും, പക്ഷേ നമുക്ക് എക്സാമിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും കുട്ടികളുടെ ആ ഒരു നെഞ്ചിലെ ഒരു കുറുകുറുപ്പ്, വീസിങ് സൗണ്ടും, അവർക്ക് ശരിക്കും ശ്വാസം മുട്ടേണ്ട ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ചില ന്യൂമോണിയ കണ്ടീഷൻസ് സിവിയർ ആകുമ്പോൾ ചിലർക്ക് രക്തയോട്ടം പ്രോപ്പർ കിട്ടാതെ തണുപ്പും വിറയലോട് കൂടിയിട്ട് കാലും കയ്യും ഒക്കെ നീലിക്കുക, ഇങ്ങനത്തെ പ്രകൃതവും കണ്ടുവരുന്നുണ്ട്. ഈ അലർജിക് ആസ്തമ എന്ന് പറയും, അതായത് ഇതൊക്കെ എമർജൻസി ആയിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളിൽ വരുന്ന ന്യൂമോണിയ ആയിക്കോട്ടെ, ആസ്തമ എന്നുള്ള കേസസ് ഒക്കെ. അപ്പോൾ ഇങ്ങനത്തെ കേസസ് അല്ലാണ്ട് വലിയവരിൽ അലർജിക് ആസ്മ ഉണ്ടാവും, അതായത് ഡസ്റ്റ് അലർജി, ചെറിയ ഒരു ഡസ്റ്റ് പൊടിയോ പടലങ്ങളോ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുമ്മൽ വരിക, ഈ തുമ്മൽ നിർത്താതെ വരും. പിന്നീട് അത് നേരെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ലങ്സിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെ ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ആസ്മാറ്റിക് കണ്ടീഷനായിട്ട് മാറും, അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയായിട്ട് മാറും. ഈ ആസ്മ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആ ഒരു കുഴലുകൾക്ക് വരുന്ന ചുരുക്കമാണ്. അത് ചുരുങ്ങി കഴിയുമ്പോൾ ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് പറ്റില്ല, പ്രോപ്പറായിട്ട് എയർവേ സർക്കുലേഷൻ ഉണ്ടാവില്ല.
അപ്പോൾ അത് നാരോയിങ് ആയിട്ട് വരുന്നത് ചിലർക്ക് പാരമ്പര്യമായിട്ട് വരാം ഈ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ചിലർക്ക് നമ്മുടെ പ്രതിരോധ ശേഷിയുടെ എഫക്റ്റ് കൂടുന്നത് കൊണ്ട്, അതായത് ഇമ്മ്യൂണിറ്റി കൂടുതൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് സ്വന്തം പ്രതിരോധ ശേഷിനെ തന്നെ എഫക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ മാറുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ നമ്മൾ ബ്ലഡ് ചെക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ സീറം IgE ചെക്ക് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അലർജി ഉള്ളവരിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലർജിക് ആസ്മ ഉള്ളവരിൽ IgEയുടെ ലെവൽ വളരെയധികം കൂടുതലായിരിക്കും. അബ്സല്യൂട്ട് ഈസിനോഫിലിൻ്റെ കൗണ്ടും ചിലർക്ക് കൂടി കണ്ടുവരാനുണ്ട്. ആസ്മാറ്റിക് കംപ്ലയിൻസ് ഉള്ളവർ അവർക്ക് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാവും. അതായത് ഒന്നെങ്കിൽ തണുത്ത ആഹാരം, അല്ലെങ്കിൽ എന്തെങ്കിലും തണുത്ത ചുറ്റുപാടുമായിട്ട് എക്സ്പോസ്ഡ് ആവുക, തണുത്ത ഭക്ഷണങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ, എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സോ ഐസ്ക്രീമോ കഴിച്ചു കഴിയുമ്പോൾ, ക്ലൈമറ്റ് മാറുമ്പോൾ, ഡസ്റ്റ് അലർജി, ചെറിയൊരു പൊടി തട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുറത്തോട്ട് നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ടൈമിൽ പൊല്യൂഷൻ കാരണം, എയർ പൊല്യൂഷൻ കാരണം, ഇങ്ങനെയൊക്കെ അവർക്ക് ട്രിഗർ ആവും. ഇങ്ങനെ ട്രിഗർ ആയി കഴിഞ്ഞാൽ അത് 2-3 ദിവസത്തിലേക്ക് അത് കണ്ടിന്യൂ ആവും. അപ്പോൾ ശ്വാസം കിട്ടാതെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പേടിക്കും. ഫൈനലി അവർ ഇൻഹെയിലേഴ്സിനെ കംപ്ലീറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ കണ്ടുവരാറുണ്ട്. അപ്പോൾ അലർജിക് ആസ്മ യൂഷ്വലി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, ഇപ്പോൾ ഒരുപാട് നമ്മൾ വർഷം വെയിറ്റ് ചെയ്യാതെ അതിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഇഫക്റ്റീവ് റിസൾട്ട് കിട്ടും. പ്രതിരോധ ശേഷി കൂട്ടാൻ വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിൽ കൂടെ തന്നെ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് എടുക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഡസ്റ്റ് അലർജി ഉള്ളവർ നമ്മൾ പറയും മാസ്ക് ഒക്കെ ഉപയോഗിക്കാൻ പറയും. മാസ്ക് ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ മാക്സിമം ഡസ്റ്റിന് എക്സ്പോസ്ഡ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറയും. എന്നാലും കൂടുതൽ ഇൻഹെയിലേഴ്സിനോട് ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കുക. കാരണം ലൈഫ് ലോങ് പിന്നെ എടുക്കേണ്ട ആവശ്യം ചിലർക്ക് വരാറുണ്ട്. അതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ കുട്ടികളിൽ പോലും ഇപ്പോൾ അധികം അതിൻ്റെ ഒരു യൂസേജ് വരുന്നുണ്ട്. നമ്മുടെ ഭക്ഷണ രീതിയിൽ ഇപ്പോൾ കഫക്കെട്ടുള്ള കുട്ടികളാണ്, അധികം കഫം നെഞ്ചിൽ കെട്ടുന്ന ഒരു പ്രകൃതമാണ് എന്നുണ്ടെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളും കുറച്ച് അതിൻ്റെ ഇൻടേക്ക് കുറച്ച് കുറയ്ക്കുക. തൈര്, മോര് അങ്ങനത്തെ ഉള്ള തണുത്ത ആഹാരങ്ങൾ മാക്സിമം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം ചൂടോടുകൂടെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇമ്മ്യൂണിറ്റി കൂട്ടത്തക്ക രീതിയിലുള്ള ഭക്ഷണങ്ങൾ, കുർക്കുമിൻ, മഞ്ഞൾ, അതേപോലെ തന്നെ ജിഞ്ചറോൾ, ഇഞ്ചി, ഇത് രണ്ടും വളരെയധികം ഇഫക്റ്റീവാണ്. ഇത് കഫക്കെട്ടുള്ളവർക്ക് നല്ലതാണ്. അതേപോലെ തന്നെ തുളസി നമ്മൾ ആവി പിടിക്കാനായിട്ട് പറയാറുണ്ട്. നമ്മൾ തുളസിയുടെ വെള്ളം ഉപയോഗിച്ച്, അല്ലെങ്കിൽ പനക്കൂർക്ക അതിൻ്റെ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആവി പിടിക്കുക. അങ്ങനെ സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ആ ഒരു കൺസ്ട്രിക്ഷൻ അത് മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. കുട്ടികളിലാണെങ്കിലും വലിയവരിലാണെങ്കിലും ഭക്ഷണത്തിൽ കൂടുതലായിട്ടും കുരുമുളക്, അതേപോലെ വെളുത്തുള്ളി, ഉള്ളി ഇതൊക്കെ റെഗുലറായിട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സ്പൂഡം പ്രൊഡക്ഷൻ, കഫം അധികം ഉൽപ്പാദനം അത് കുറഞ്ഞു വരും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഭക്ഷണത്തിൽ പാൽ ഉൽപ്പന്നങ്ങൾ കുറയ്ക്കുക, അതിൻ്റെ കൂടെ തന്നെ ആവി പിടിക്കുക, റെഗുലറായിട്ട് സ്റ്റീമിങ് ചെയ്യുക, തണുത്ത ക്ലൈമറ്റിനോട് കൂടുതലായിട്ടും എക്സ്പോസ്ഡ് ആവാനിരിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജലദോഷം വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് മെഡിസിൻ കൊടുക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തീരെ പറ്റാത്ത സിറ്റുവേഷനിൽ മാത്രം മരുന്നുകൾ എടുക്കാൻ പോയാൽ മതി. കാരണം നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ അത് അനുവദിക്കാതെ നമ്മളത് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് അത് പിന്നീട് ചില കുട്ടികൾക്ക് ശ്വാസമുട്ടലായിട്ടും കഫക്കെട്ടായിട്ടൊക്കെ വരുന്നത്. പിന്നെ ആ കഫം കെട്ടിക്കിടക്കുന്നത് നമ്മളത് അലിയിച്ച് കളയാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം ചിലർക്ക് നെബുലൈസേഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് ആവശ്യം വരാറുണ്ട്. അതേപോലെ തന്നെ മെഡിസിൻസും ഒരു 1-2-3 മാസം റെഗുലറായിട്ട് കഴിക്കേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ അത് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോഴത്തെ കുട്ടികൾക്കും അതേപോലെ വലിയവർക്കും കൂടുതലായിട്ടും ഈ ഒരു ശ്വാസകോശത്തിൻ്റെ പ്രശ്നം വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് പൊല്യൂഷൻ തന്നെയാണ്. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റം, ചുറ്റുമുള്ള ആ ഒരു ഡസ്റ്റ്, പൊടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ പൊല്യൂഷൻ വളരെയധികം കൂടുതലായതുകൊണ്ടാണ് ഇവരുടെ ശ്വാസകോശം കൂടുതൽ സെൻസിറ്റീവായിട്ട് ഇവരുടെ ഇമ്മ്യൂണിറ്റി കൂടുതലായിട്ട് ആക്റ്റീവായി അങ്ങനെയാണ് ഇത് അലർജിക് ആസ്മ കണ്ടീഷനായിട്ട് നിലനിന്ന് പോകുന്നത്. അപ്പോൾ ജീവിതശൈലിയും ഒരു പ്രത്യേക റീസൺ തന്നെയാണ്. കഫക്കെട്ട് എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് നമുക്ക് എമർജൻസി ആയിട്ട് ഒരു ഡോക്ടറെ കാണേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ചുമയ്ക്കുമ്പോൾ കഫം പുറത്തോട്ട് വരുന്നത് ഒരു രക്തം കലർന്ന പോലെ വരികയാണ്, ഭയങ്കര കുഴഞ്ഞ പോലെ ക്ഷീണം അനുഭവപ്പെടുക, തീരെ ശ്വാസം കിട്ടാത്ത അവസ്ഥ വരിക, അതുപോലെ കൈയും കാലൊക്കെ നീലിക്കാൻ ഞാൻ പറഞ്ഞു, അത് സൈനോസിസ് എന്ന് പറയും, പ്രോപ്പർ ഓക്സിജൻ കിട്ടാത്തതാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള കണ്ടീഷനിൽ നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഇനി കഫത്തിൻ്റെ നിറം വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന്, അതായത് നമുക്ക് ശ്വാസകോശത്തിൻ്റെ ഏത് ഭാഗത്തിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്, അത് എന്ത് ഇൻഫെക്ഷനാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരു പരിധി വരയ്ക്ക് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ക്ലിയർ നോർമൽ ആയിട്ടുള്ള കഫം പുറത്തോട്ട് തുപ്പുന്നത് മൂക്കിൻ്റെ പിന്നാലെ, ചിലർക്ക് പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് എന്ന് പറയും, നോർമലായിട്ട് ചെറിയൊരു ജലദോഷം വന്നവരിലൊക്കെ ക്ലിയർ ആയിട്ട് ഉള്ള ഈ ഒരു ഡിസ്ചാർജ് കഫം കണ്ടുവരാറുണ്ട്. ഇനി അതിൽ തന്നെ ഈ കഫത്തിൻ്റെ നിറം വെളുത്ത നിറത്തിലാണ് എന്നുണ്ടെങ്കിൽ ബ്രോങ്കൈറ്റിസ്, ആസ്തമ,
പോലുള്ള കണ്ടീഷനുകളിലൊക്കെ COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയും, ബ്രോങ്കൈറ്റിസ്, ആസ്മ, ഇങ്ങനത്തെ കണ്ടീഷനുകളിൽ വെളുത്ത നിറത്തിൽ കഫം കണ്ടുവരാറുണ്ട്. മഞ്ഞ നിറത്തിലാണെന്നുണ്ടെങ്കിൽ ഇതേ ജലദോഷം തന്നെ കുറച്ചൊന്ന് സ്റ്റേജ് കൂടിയതിൽ ഈ മഞ്ഞ നിറത്തിൽ കണ്ടുവരാറുണ്ട്, നല്ല കട്ട മഞ്ഞയ്ക്ക് കണ്ടുവരാറുണ്ട്. ഇനി ചിലരിൽ ഇതൊരു ഗ്രീൻ കളറായിട്ട് ഭയങ്കര പച്ച നിറത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടനെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. അത് കുറച്ചുകൂടി സിവിയറാണ്. അപ്പോൾ അങ്ങനെ പച്ച നിറത്തിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ കുറച്ച് സിവിയർ ആയിട്ടുണ്ട്. ഇനി ചിലർക്ക് ബ്രൗൺ കളറിലുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഈ ബ്രൗൺ കളർ എന്ന് പറയുന്നത് കൂടുതൽ പുകവലിക്കുന്നവരിൽ ഇതുപോലെ ബ്രൗൺ കളറിലുള്ളത് വരും. അതേപോലെ തന്നെ നമ്മൾ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയും, അതായത് ചിലർക്ക് അവരുടെ എല്ലാ ഫ്ലൂയിഡ്സും, അതായത് കഫമൊക്കെ ഭയങ്കര കട്ടി കൂടി വരുന്ന ജന്മനാ ഉള്ള ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു ഡിസീസാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് കണ്ടീഷനിലും ഇതുപോലുള്ള കഫക്കെട്ട് ബ്രൗൺ കളറിൽ അങ്ങനെ കണ്ടുവരാറുണ്ട്. ഇനി ചുമന്ന നിറത്തിലാണ് കഫം കണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ ട്യൂബർകുലോസിസ് ആവാനുള്ള, TB ആവാനുള്ള സാധ്യത, ചിലർക്ക് ലങ് ക്യാൻസർ ആവാനുള്ള സാധ്യതകളുണ്ട്. ഇതേ കറുത്ത നിറത്തിലാണ് കഫം വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ കാരണം, അതായത് ശ്വാസകോശത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി, ഡസ്റ്റ്, കോൾ ഡസ്റ്റ് ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കറുത്ത നിറത്തിൽ കഫം അതോടുകൂടി മിക്സപ്പ് ആയിട്ട് കണ്ടുവരാറുണ്ട്. ശ്വാസകോശത്തിൽ കെട്ടിക്കിടക്കുന്ന ഈ കഫം പുറത്തോട്ട് തള്ളാനായിട്ട് നമുക്ക് ഒരു ബ്രീത്തിങ് എക്സസൈസ് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു മൂക്ക് അടച്ചുകൊണ്ട് നമ്മൾ ഒരു 2 സെക്കൻഡ്സ് അതിനെ നന്നായിട്ട് ഇൻഹെയിൽ ചെയ്യുക. അത് ഇൻഹെയിൽ ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഊതുന്ന പോലെ വായ വഴി 4 സെക്കൻഡ്സ് അത് പുറത്തോട്ട് എക്സ്ഹെയിൽ ചെയ്യുക. അപ്പോൾ ഇൻഹെയിൽ ചെയ്യുന്നത് 2 സെക്കൻഡ്സ്, അത് മൂക്ക് വഴിയാണ് നമ്മൾ ഇൻഹെയിൽ ചെയ്യേണ്ടത്. ഉള്ളിലോട്ട് ശ്വാസം വലിച്ചെടുക്കുക, എന്നിട്ട് പുറത്തോട്ട് നമ്മൾ ശരിക്കും എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഊതുന്ന ടൈമിൽ നമ്മൾ ചുണ്ടുകൾ ഇങ്ങനെ കൂർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു 4 സെക്കൻഡ്സ് അത് എക്സ്ഹെയിൽ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു ദിവസം ഒരു 3-4 തവണ ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇത് നമ്മുടെ ശ്വാസകോശത്തിൽ കെട്ടിക്കിടക്കുന്ന ഒരു കഫത്തിനെ പുറത്തോട്ട് തള്ളാനായിട്ട് ഭയങ്കര സഹായകരമാവുന്ന ഒരു തരം ബ്രീത്തിങ് എക്സസൈസ് ആണ്. അപ്പോൾ എല്ലാ കഫക്കെട്ടും ചുമയും എമർജൻസി കണ്ടീഷൻ അല്ല, അലർജിക് ആസ്മകൾ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് എല്ലായ്പ്പോഴും ഇൻഹേലേഴ്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം എന്നില്ല. അലർജിക് ആസ്മ, ശ്വാസം മുട്ടൽ, വിട്ടുമാറാത്ത ചുമ, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള ഈ ഒരു നമ്പറിൽ എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.